ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ പാക്കിങ്ങിലാണ്. ഇതാണ്ട് ചെറി നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടയിലേക്ക് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അതിനുള്ള ചെറിയാണ് ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ചെറി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കറ്റ് ഇതാ സുബീസ് ഫുഡിൻ്റെ ചെറിയുടെ പാക്കറ്റാണിത്. അപ്പോൾ ഇതിൽ ഒരു 9 പീസാണ് നമ്മൾ ചെറി ഇടുന്നത്. അപ്പോൾ ചെറി 1 കിലോയിലൊക്കെ ഏകദേശം 30 പീസിൻ്റെ മുകളിൽ എന്തായാലും ചെറി പാക്കറ്റ് നമുക്കിത് കിട്ടും. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാഭമുണ്ട് ഇതിൽ. വന്നിട്ട് 1 2 3 4 5 6 7 8 9 പിന്നെ ചെറി പാക്കറ്റുകളിലും 7 പീസാണ് വരുന്നത്. പക്ഷെ നമ്മൾ 9 പീസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതും വലുതും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. വലുത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ചെറുത് മാത്രമായി പോകും. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്താണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ എടുക്കുന്ന ഷോപ്പിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തൃശ്ശൂരിൽ നിന്നും അങ്ങനെ ഷൊർണൂർ പല ഭാഗത്തു നിന്നും വന്നിട്ട് ചെറിയും അതുപോലെ നട്ട്സും ഒക്കെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 9 പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബിസിനസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നല്ലതായിരിക്കണം. ക്വാണ്ടിറ്റി എല്ലാവരും കൊടുക്കുന്ന പോലെയൊക്കെ കൊടുത്താലും ക്വാളിറ്റി നന്നായിരിക്കണം. നമുക്ക് കഴിയുമെങ്കിൽ ലാഭം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലാഭം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചെയ്യില്ല, പക്ഷെ ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, അതുകൊണ്ട് നമ്മുടെ കച്ചവടമൊക്കെ റാഹത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കൊല്ലത്ത് പോയപ്പോൾ കടയിൽ സാധനം തീർന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഞങ്ങൾക്ക് കൊല്ലത്ത് നിൽക്കുകയാണ്, അത്യാവശ്യം ആണെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പുറത്തുനിന്ന് എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് വീണ്ടും വീണ്ടും സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഇനി പുറത്തുനിന്ന് എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ വന്നിട്ട് കൊണ്ടു തന്നാൽ മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, എല്ലാവരും പറയും അത്യാവശ്യം മറ്റുള്ളവരിനേക്കാളും കാണുമ്പോൾ ഒരു പൊലിമ തോന്നുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി സാധനമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കടലയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റുള്ള കടല ഐറ്റംസും എല്ലാ ഐറ്റംസും അത്യാവശ്യം അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നവർക്കൊക്കെ നമ്മൾ ആ ഒരു ഐറ്റം തന്നെയാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ ഹോൾസെയിൽ കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ബോർഡ് ചെറിയാണ് കൊടുക്കുന്നത്. അതേപോലെ നാരങ്ങ മിഠായിയും 10 ബോർഡാണ്. എല്ലാം 10 ബോർഡ് വെച്ചിട്ടാണ്. ഹോൾസെയിൽ ഷോപ്പിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളുടെ റേറ്റിൽ വ്യത്യാസം വരും, എങ്കിലും കൂടുതൽ ഐറ്റം അവരെടുക്കും. പിന്നെ കുറേ പേരൊക്കെ ഇത് പാക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് സെയിൽ ചെയ്യാമെന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവരൊക്കെ കാണാനും അറിയാനുമായിട്ട് പറയുകയാണ്. ഞാൻ കുറേ എൻ്റെ ബിസിനസ്സുകളുടെ ബിസിനസ് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ 3 4 വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ഒരാൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലേഡി ആയിരിക്കും, എന്താ വെച്ചാൽ കമൻറ്റ് ഇങ്ങനെയാണ്: എനിക്ക് നിങ്ങളുടെ വീഡിയോസൊക്കെ വളരെ ഉപകാരമാണ്. പിന്നെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ബേക്കറി ഐറ്റംസ് സ്നാക്സൊക്കെ ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് നിൽക്കുവാണ്, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഒന്നുകൂടെ അത് ചെയ്യാനുള്ള പ്രചോദനം വന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങാൻ നമ്മൾ ഓരോരുത്തരിനെ കൊണ്ടൊക്കെ പറയുമല്ലോ ഞാൻ ഞങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവാണ് എനിക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ അത് ആർക്കാണെങ്കിലും നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു വിഷമം വരും അല്ലേ. അപ്പോൾ
എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമ്മളങ്ങ് ഇത് ആ നെഗറ്റീവുകളൊന്നും ഉൾക്കൊള്ളാതെ നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് ചെയ്ത് തുടങ്ങണം. നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിലൊരു പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ വിജയം. അല്ലാതെ നെഗറ്റീവുകൾ കേട്ട് തളർന്നിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ വലിയ മോട്ടിവേഷനൊന്നും എനിക്ക് തരാൻ അറിഞ്ഞൂടാ, എങ്കിലും എനിക്കറിയുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങുക. ഇൻഷാ അള്ളാ ഞാൻ എല്ലാവർക്കും വേണ്ടി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വേണ്ടിയും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പ്രയാസങ്ങളും വിഷമങ്ങളും അസുഖങ്ങളും രോഗങ്ങളും എല്ലാം പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ്. അപ്പോൾ ജീവിതത്തിൽ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രയാസങ്ങളെ ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിലും ഹയറും ബർക്കത്തും കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.